ഇന്ന് ഞാനിവിടെ ഒരു ബീഫ് സ്റ്റേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഫോർക്ക് വെച്ച് കുത്തിയെടുക്കാം. അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് മസ്റ്റാർഡ് സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബാർബിക്യൂ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിനുള്ള ഉപ്പിട്ട് കൊടുക്കും. ഇതിലേക്ക് കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല ബീഫിലേക്ക് തേച്ച് പിടിപ്പിക്കാം. നമ്മളിപ്പോൾ എല്ലാം തന്നെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രീസറിൽ റെസ്റ്റിന് വയ്ക്കാം. മസാല തേച്ച് റെസ്റ്റിന് വെച്ചിരുന്ന ബീഫ് ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത സ്റ്റെപ്പ് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം നമുക്ക് ഇതിന്റെ സൈഡിലോട്ട് കുറച്ച് വെജിറ്റബിൾ കൂടെ ഇട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് സ്റ്റേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.